ചങ്ങായിമാരെ, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ടൗൺഷിപ്പിലാണ്. കൽപ്പറ്റ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് നമ്മുടെ സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന ഈ ഭവനത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ വയനാട് വരുമ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഈ കാഴ്ചകളൊക്കെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കാഴ്ചേൻ്റെ വിശേഷങ്ങളാട്ടോ. ഈ വീടുണ്ടാക്കുന്നതും പണി നടക്കുന്നതും പണി കഴിഞ്ഞതും ആയിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളും സ്ഥലത്തിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഈ ടൗൺഷിപ്പ് എങ്ങനെ ഉണ്ട് ഈശ? അടിപൊളിയാക്കിയോ? അടിച്ചു പൊളി. എന്താ സൗകര്യം! എത്രയും നല്ലൊരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് വയനാട്ടിൽ ഒറ്റ സീറ്റും കിട്ടിയില്ല പറഞ്ഞാൽ ജനങ്ങൾ വിഡ്ഢികൾ തന്നെയാണ്. അത്രയും സൗകര്യമല്ലേ? സോളാറ്, ലൈറ്റ്, കറണ്ട്, വെള്ളം എല്ലാം സെറ്റാക്കി കൊടുത്തില്ലേ? നോക്കണ്ട, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ വാക്ക് പാലിച്ചില്ലേ? നമ്മൾ ടൗൺഷിപ്പ് ഉണ്ടാക്കുക. ഞങ്ങൾക്ക് വേണ്ടി വാക്ക് പാലിച്ചു. ജനങ്ങളെ നമുക്ക് ആ വാക്ക് പാലിച്ചതിന് ഒരു ഇത് തന്നില്ലല്ലോ. തരും, ജനങ്ങൾക്ക് മനസ്സിലാവും. 13,000-4,000 ഭൂരിവശമുള്ള സിദ്ദിഖിന് ഇവിടെ 45,000 ഭൂരിവശോ ജനങ്ങൾ കൊടുത്തല്ലേ? ജനങ്ങൾ റെഡിയാക്കുമ്പോക്ക് വേണ്ടി എല്ലാം ചെയ്യും. ജനങ്ങൾ വീണ്ടും തിരിച്ചു വരും. തന്നെ അടിയായി. ഇനി അടുത്ത് നോക്കാം. റോഡും വന്നതാ കൽപ്പറ്റ അങ്ങാടി തന്നെ. റോഡും വന്ന് കുറച്ച് ദൂരെ ഇതാ ഒരു നോക്കിയാൽ കാണുന്നത് 50 മീറ്റർ ഇല്ല. സെന്റിന് 10 ലക്ഷം റുപ്യ വില ഉണ്ടാവും ഇവിടെ. അല്ല, റോഡിന്റെ സൈഡിൽ തന്നെ ടൗൺഷിപ്പ്. അപ്പോൾ അതിനെ പറ്റി ഒരു ഉപകാരം ചെയ്തിട്ട് കാര്യമില്ല. അടിച്ചുപൊളി സാറ്. നല്ല റോഡ് ഇതാ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ ചങ്ങായിമാരെ, ഞങ്ങളെ വയനാട് ട്രിപ്പ് വന്നപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർ താമസിക്കാനുള്ള വയനാട് ടൗൺഷിപ്പിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടതാണ് വയനാട് ടൗൺഷിപ്പിൻ്റെ പണി കഴിഞ്ഞതുണ്ട്, കഴിയാത്തതുണ്ട്. ഫുള്ള് വീടാ. അപ്പോൾ എല്ലാവരും ഒറ്റാണ് ഇവിടെ വരിക. നമ്മൾ സർക്കാർ നിർമ്മിച്ച വീടുകൾ കാണാം. ചൂരൽമല മുണ്ടക്കൈ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ സർക്കാർ നിർമ്മിച്ച് നൽകുന്ന വീടുകളാണ്. അപ്പം ഞാനിപ്പോൾ അവിടെ വന്നതാണ്. എൻ്റെ പിന്നെ ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്. എന്നപ്പോൾ ഞാനൊന്ന് നിങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് ഈ സ്ഥലവും ഈ വീടിൻ്റെ ഒക്കെ ഒരു ഉണ്ടെങ്കിൽ എന്താ അല്ലേ, നല്ല വീട്. അപ്പോൾ നല്ല സ്ഥലം, കണ്ണായ കൽപ്പറ്റ കണ്ണായ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് ഇതുള്ളത്. അത്രയ്ക്ക് നല്ല നല്ല അടിപൊളി വീട്. അവിടെയൊക്കെ ഗേറ്റ് വെച്ചിരിക്കുന്ന ആള് താമസം തുടങ്ങിയില്ല. അടിപൊളി റോഡൊക്കെ അല്ലേ? അടിപൊളി റോഡ്, സെറ്റപ്പ് വീടില്ലേ? പിന്നെ ഇത് ഇതാ മാർബിളിന്റെ പീസ്, മറ്റേ ഇതൊക്കെയല്ലേ ഇട്ടിരിക്കുന്നത്. ഫുള്ള് ഗ്രാനൈറ്റിലല്ലേ വേട്ട പണി? അതൊക്കെ ഫുള്ള് ഗ്രാനൈറ്റ് അല്ലേ? ഫുള്ള് ഗ്രാനൈറ്റ് വർക്ക്. ഇതാ ടൈൽസ്, എന്താ കാണാൻ എന്താ അടിപൊളി സ്ഥലമല്ലേ ഇത്. അപ്പോൾ അടിപൊളിയാണെന്നാണ് ബാബുണ്ടൊക്കെ പറയുന്നത്. പാർക്കിംഗ് ഏരിയ ആണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് കംപ്ലീറ്റ് ആയി വന്നാൽ അടിപൊളിയായിരിക്കും. ഒരുപാട് ആൾക്കാർ ഈ വയനാട് ടൗൺഷിപ്പ് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ദിവസവും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട് കേട്ടോ. അത്രയും ഇതുള്ള ഏരിയയാണ്. നമ്മളിപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഞങ്ങളിവിടെ കാണാൻ വരുന്നുണ്ട്. പല ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തു നിന്ന് മുതൽ ഇവിടെ വരെയുള്ള എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത്രയും ആള് ദിവസവും വരുന്ന സ്ഥലത്തത്. ഒരു ജനതയുടെ സ്വപ്നം സാസ്കാരം. ഒരു ജനത, വീടും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഭവനങ്ങളാണ്. എന്താണ് പണി നടക്കുന്നതുകൊണ്ട് 400 വീടോ 400 വീടം കണ്ട്. അപ്പം ഒരു ജനതേനെ ഒന്നായിട്ട് ഇങ്ങോട്ട് കുടിയേറി മാറ്റുക. ഇത് കണ്ടില്ല ഞങ്ങൾ? മതിൽ കെട്ടി ഒരു പുതിയ മോഡൽ കമ്പിയുണ്ട്. നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി രസമുള്ള മതിലാണ് ഓരോ വീടിനും. അപ്പോൾ ഇത് ഈ അടുത്ത് തന്നെ ഉണ്ടാവും വീട് താമസം. ഇത് കണ്ടത് വേറൊരു അതിൻ്റെ ഒരു പണി നടക്കുന്ന ഭാഗമാണ്. ഈ ഒരു വിശാലമായ സ്ഥലത്ത് 400 വീടം കണ്ടിട്ടോ. ഫുള്ള് കട്ട വിരിച്ച് ഉഷാറാക്കിയതാണ്. താമസം തുടങ്ങിയ വീടുകളാണ് ഇങ്ങോട്ടാണ്.
അവിടെ താമസം ഇറങ്ങിയുമ്പോൾ പോയി നോക്കാൻ പറ്റും. ബുദ്ധിമുട്ടിക്കുന്നത് മോശമല്ലേ. ഒരു സർക്കാരിൻ്റെ മുഖമായ മാറുന്ന സ്ഥലമാണ് വയനാട് ടൗൺഷിപ്പ്. ഇതുണ്ടോ സാധനം പണി നടക്കാം. ഈ സ്ഥലം മൊത്തം കട്ടിട്ട് വിരിച്ച് റെഡിയാക്കാം. ഒരു ടൗൺഷിപ്പിൻ്റെ കളിക്കാനുള്ള സ്ഥലങ്ങൾ, ഗ്രൗണ്ടിങ്, പാർക്കിംഗ്, ഫുള്ള് പണിയാണ്. ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. ദിവസം ആൾക്കാർ, കണ്ടമാന ആൾക്കാർ വരും ഇവിടെ. ആളിങ്ങനെ വരുന്നത് കാണാൻ. ടൗൺഷിപ്പിന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. വയനാട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ടൗൺഷിപ്പ് കാണുന്നുണ്ട്. കാണാൻ വേണ്ടി അവിടെ എത്തുന്ന വണ്ടികൾ, ഇവിടെ ഫുള്ള് വണ്ടികളാണ്.